ആന്റണി, ഈ കേസ് ഒന്ന് നോക്കിക്കേ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ ചേട്ടാ, നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? അണ്ണൊരു കാര്യം ചെയ്യ്. അണ്ണ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ധനതാണത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ, ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി, നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരികിട്ട് അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. പോണേല്ലേ പൊന്നോ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. കിടന്ന് ഓന്താ. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദ്യത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ ദൂരനെ ഇവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ, ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്രയും മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തരുടെ ടേസ്റ്റല്ലേ. യു കണ്ടിന്യൂ. എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന്റെ ഫോട്ടോ ഏതാണ് കണ്ണട വെച്ച ദൈവം? എടാ പൊട്ടകടാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോ എല്ലാവരും തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഓടംകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നും ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ചിട്ടാ. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പൊളിഞ്ഞ ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരമായിരിക്കൂലേ? പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരത്ത് UP സ്കൂൾ, ആ സ്കൂളിലെ പ്യൂണായിരുന്നു എന്റെ അച്ഛൻ. അണ്ണാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോകണ്ട അവിടെ. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോ 1ാം റാങ്കായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുമ്പോ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ, നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം. രസമല്ല, സാമ്പാർ. ഇനി പറയണല്ല ഞാൻ. അയ്യേ, അണ്ണൻ ഒരു പിള്ളേരെ പോലെ. പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല, ഉണ്ടാക്കൂല. പറഞ്ഞു. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു.
ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോ എനിക്കൊരു കഴുകനാടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടുപുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈയല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്ക് ഒരു കാര്യം 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്ക് എല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കും. ഉഗാണ്ടയിൽ ഈദ്യമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ സാർ ഓർഡർ എന്തെങ്കിലും? വേണ്ടിവരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരും ഒടിച്ചെന്റെ ബാക്കിയാണാവോ? മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു അഞ്ജലി 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 ഹോ നരൻ? അഞ്ജലി നരൻ, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ, എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ. തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്രസമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ആരാ? അച്ഛൻ. ആ, എവിടെ? ദേ ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ്, എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണൊരു അത് വിനാഗിരിയാ. വിജാഗിരി. സോറി, നരൻ, വിനാഗിരി. അയ്യോ, എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. നരൻ, പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ്. പ്ലീസ് ബിലീവ് മീ. വാഷ്റൂം വരെ പോയിട്ട് വരാം. പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലതും പറ്റാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്, എന്റെ കണ്ണട ദാ അവിടെ. കണ്ണട വെച്ചോളൂ. ആ, ആ, എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവില്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, ഛേ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ എന്താ അല്ലേ? എന്തു പറ്റി? അച്ഛനടുത്ത ട്രോളി തള്ളി താഴെയിട്ടു. ഏ? ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തള്ളി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ഡേ, ആ സ്പെയർ ഗ്ലാസ് കാറിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വാ. അച്ഛൻ, ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാം. പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്കെങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ.
അച്ഛ ഒരു മിനിറ്റ് ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ദാ, ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല സാരമില്ല, ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്ക് കാണുന്നു. ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ.